അടുത്ത ആഴ്ച 28-ാം തീയതി ഈ ട്രിനിറ്റി ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ന ദൈവസഭ തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. കർത്താവ് നടത്തി. എന്നോട് കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, ആള് കൂട്ടാൻ വേണ്ടി ഒന്നും ചെയ്യരുത്, ആള് കയറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, ദേശത്തിൽ മഹത്വം ഇറങ്ങാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇതൊക്കെ സീഡാ, ദൈവത്തിന്റെ സീഡാ, വിത്ത അതിനകത്ത് കുഴിച്ചിടുക. ഈ വാഴയുടെ വിത്തും വലിയ വൃക്ഷങ്ങളുടെ ഏതെങ്കിലും വിത്ത് നടുമ്പോൾ ഈ വാഴ പെട്ടെന്നങ്ങ് വളരും, പെട്ടെന്ന് ഫലം കായ്ക്കും, പെട്ടെന്നങ്ങ് വീഴും, തീരും. പക്ഷെ ആ വൃക്ഷത്തിന്റെ ആ സീഡില്ലേ പതുക്കെ വളരത്തുള്ളൂ. ഈ ചക്കയുടെ പ്ലാവല്ലേ, അത് പതുക്കെ വളരത്തുള്ളൂ. പക്ഷെ അത് വളർന്നാൽ കുറെ വർഷം കഴിഞ്ഞിട്ട് ഫലം കായ്ക്കത്തുള്ളൂ. പക്ഷെ അത് വളർന്നാൽ വെട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എത്ര കാറ്റടിച്ചാലും എത്ര മഴ വന്നാലും അതിങ്ങനെ നിൽക്കും, പടർന്ന് പന്തലിച്ച് നിൽക്കും. അതുപോലുള്ള സീഡാ നമ്മൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഇപ്പം ഒത്തിരി ആൾക്കാരൊന്നും കാണത്തില്ല, ആയിരക്കണക്കിന് ആൾക്കാരൊന്നും കാണത്തില്ല. പക്ഷെ ഇത് വളർച്ച ആരംഭിച്ചു. ഇത് വളർന്നു കഴിഞ്ഞാൽ ദേശത്തിന് തണലായിരിക്കും, രാജ്യത്തിന് തണലായിരിക്കും. അതുപോലെ നിങ്ങളെയും ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക. ഓരോ സ്ഥലത്ത്, ഓരോ ഭവനത്തിൽ നിങ്ങൾ ഒരു സീഡാണ്. നിങ്ങളുടെ ആത്മമനുഷ്യൻ വളരുന്നതിനനുസരിച്ച് ആ ഭവനം അനുഗ്രഹിക്കപ്പെടും, ആ ദേശം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ആ പഞ്ചായത്ത്, ആ സ്റ്റേറ്റ് മുഴുവനും അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളിലൂടെയാണ്. ഇന്നലെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അടിബോ എന്ന് പറയുന്ന ഒരു ആത്മമനുഷ്യൻ, ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ പറയാം, ഒരു ആഫ്രിക്കക്കാരൻ, അദ്ദേഹത്തിന് ലഭിച്ച ആ കൃപ ഒരു ചെറിയൊരു കേർസൽ പോലെ തുടങ്ങിയതാ. 45 ലക്ഷത്തോളം പേരാ ഒരു സൺഡേ സർവീസിൽ കൂടുന്നത്. ഒരു സൺഡേ സർവീസ്, ഒരു സെഷനിൽ കൂടുന്നത്. എത്ര? 45 ലക്ഷത്തോളം പേര്, 40-ലധികം ലക്ഷത്തോളം. ആ ചർച്ചിന്റെ വലിപ്പം എത്രയെന്നറിയാമോ? 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയും. പരിചയമുള്ള ഒത്തിരി അഭിഷിക്തന്മാരവിടെ പോയിട്ടുണ്ട്. അവർ കാറില്ല ആ ചർച്ച് മുഴുവനും കാണുന്ന, ഒരു കാറില്ല. രോഗസൗഖ്യം നടക്കുമ്പോൾ സ്റ്റേജിൽ സാക്ഷ്യത്തിന് വേണ്ടി രോഗികളെ പുറകിൽ നിന്ന് കൊണ്ടുവരുന്നത് ബസ്സിലാ. സമയമെടുക്കും, 6 കിലോമീറ്റർ പോയിട്ട് വരണ്ടേ. എന്നിട്ട് ഇവർ തിരിച്ചു കൊണ്ടാക്കണം. 12 കിലോമീറ്റർ യാത്രയാണ്. അതുപോലെ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടക്കുന്ന ഒരു സ്ഥലം. ഞാൻ ചിന്തിക്കുക, ആ സ്ഥലം അല്ലെങ്കിൽ ആ സംസ്ഥാനം, ആ അടിബോ എന്ന് പറയുന്ന അഭിഷിക്തന്റെ കയ്യിലാണ്. ആ ദേശം ഭരിക്കുന്നത് അദ്ദേഹമാണ്. ഒരു ആത്മമനുഷ്യൻ. ഈ സൗത്ത് കൊറിയയിൽ ഒരു അഭിഷിക്തനുണ്ടായിരുന്നു. ആരാ? ഡോക്ടർ യോങ് കീച്ചോ. ഒത്തിരി വണ്ണവും പൊക്കമൊന്നുമില്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ. അദ്ദേഹം ഇതുപോലെ ദേശത്ത് സീഡിട്ട്, എന്തോ സീഡ്, ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടങ്ങൾ, കെയർസെല്ലുകൾ, 5ഓ 10ഓ ഒക്കെ കൂടുന്ന ചെറിയ ചെറിയ കൂട്ടങ്ങൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അത് വളരാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ അവര് വർഷിപ്പാ, ആരാധനയും അന്യഭാഷയും. ഇതേ ഉള്ളൂ. പ്രാർത്ഥന. ഒരു ഗാരേജ് എടുത്ത്, ഒരു വർക്ക്ഷോപ്പ് എടുത്തിട്ട് ഒരുമിച്ച് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച് എന്ന പേരിൽ ആ ചർച്ച അറിയപ്പെട്ടു. എത്ര ലക്ഷം പേര്? 30 ലക്ഷം പേര്. 30 ലക്ഷം പേര്. യോങ് കിച്ചോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇവാഞ്ചലിസ്റ്റ് ഡോക്ടർ റെയ്നാർഡ് ബോങ്കെ, അദ്ദേഹം ഒറ്റ മനുഷ്യൻ, ഒറ്റ മെസ്സേജേ ഉള്ളൂ, ബ്ലഡ് ഓഫ് ജീസസ്, ഒറ്റ മെസ്സേജ്. അദ്ദേഹം ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിന്റെ 75% ഭാഗങ്ങളും കർത്താവിന് വേണ്ടി നേടി. ആരാ?
റെയ്നാൾഡ് ബോംഗെ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിലല്ലേ അവരും ജീവിച്ചിരുന്നേ. ഡോക്ടർ യോങ്കിച്ചോ പോയി, ഡോക്ടർ റെയ്നാൾഡ് ബോംഗെ കർത്താവിൽ എടുക്കപ്പെട്ടു, വിശ്രമിക്കുന്നു, നിത്യതയിൽ വിശ്രമിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിലെ അദ്ദേഹം കർത്താവിൽ ചേർക്കപ്പെട്ടെ ആണോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജനറേഷൻ. പാസ്റ്റർ അടിബോയ് ഇപ്പോഴും ജീവനോടുണ്ട്, പ്രായമുണ്ട്. പാസ്റ്റർ ബെന്നിഹിൻ ഇപ്പോഴും ഉണ്ട്. പാസ്റ്റർ ക്രിസ് യാക്ലോമേ ഇപ്പോഴും ഉണ്ട്. ജനറൽസാ. അവർ വായിക്കുന്ന സെയിം ബൈബിളാ, അവർ വഹിക്കുന്നത് സെയിം അഭിഷേകമാണ്, അവരെ വിളിച്ച ഒരേ ഒരു ദൈവമാണ്, അവരെ നയിക്കുന്നത് ഒരേ ഒരു പരിശുദ്ധാത്മാവ്. സെയിം ഹോളി സ്പിരിറ്റ്, സെയിം ഗോഡ്, സെയിം ജീസസ്, സെയിം വേർഡ് ഓഫ് ഗോഡ്. എന്താ നമുക്ക് രാജ്യത്തെ തൊടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല? ചേഞ്ച് യുവർ മെന്റാലിറ്റി. നമ്മുടെ മനസ്സിന്റെ പരിധികളൊക്കെ പൊട്ടണം, വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. അതിനു വേണ്ടി ഇരിക്കണം, അന്യഭാഷയിൽ ഇരിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇരിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം.